ധൈര്യമുള്ളത്, നല്ല കുടുംബവും. മോനെ, കാഴ്ചയില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്ത അസലായി. മോളെ, അച്ഛനും മകനുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ അല്ല, സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ലടാ മോനെ? യെസ് മൈ ഡിയർ ഫ്രണ്ട്. ഓടാ അവിടുന്ന്. അച്ഛാ, സിന്ധു താമസിയാതെ സംസാരിക്കും. സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇവള് തന്നെയാ എന്റെ മരുമകള്. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ അച്ഛന് മറ്റൊന്നുമില്ല. ഇന്നീ കാണുന്നതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് മോളെ. ആ, ഉടനെ തന്നെ രവിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ബാലേന്ദ്ര, സിന്ധുവിനെ കാത്തു നിൽക്കാണോ? ഓ പ്രഭ സിസ്റ്റർ, സിന്ധു ഇപ്പൊ വരും. ഞാൻ വരട്ടെ? സിസ്റ്റർ, ഒരു നിമിഷം. ഞാനും സിന്ധുവുമായുള്ള വിവാഹം നിശ്ചയിച്ചു. അറിഞ്ഞു. സിന്ധു ഭാഗ്യവതിയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താ സിസ്റ്റർ എന്നെ പോലെ സംസാരിക്കുന്നത്? ഞാൻ രവിയേട്ടനുമായി കണ്ടിരുന്നു. പാവൻ രവിയേട്ടൻ. ഏകാന്തത ആ മനുഷ്യനെ തളർത്തുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. സത്യം പറയൂ, സിസ്റ്റർക്ക് അത് അനുഭവപ്പെടുന്നില്ലേ? സിസ്റ്റർ എന്താണ് ഒന്നും മിണ്ടാത്തത്? എല്ലാം എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നെക്കാളുപരി സിന്ധു. ഞാൻ വാർഡിലേക്ക് പോകുന്നു. എന്താ പ്രഭേ? അയാൾ ഇങ്ങോട്ട് വരുന്നു. ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മാവന്റെ മകൻ. ഓ, നടരാജനോ? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ. അതിനായി രവിയേട്ടനെ കണ്ട് സംസാരിക്കാൻ. അത് നീ കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതെ, ഞങ്ങളുടെ ബന്ധം ഏർപ്പെടുത്തിയാൽ ഞാൻ അയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പ്രഭേ, നീ എന്തായി പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? എന്റെ മോന്റെ ജീവന് വേണ്ടി ഞാനിത് സമ്മതിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പറയൂ പ്രഭേ, എന്തുണ്ടായി? അപ്പോ നിന്റെ പാട്ടുകാരൻ ഇപ്പൊ തീരെ വരാറില്ല? ഇല്ല. അവൻ പോട്ടെ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഇവനെ വല്ല അനാഥാലയത്തിനും ചേർക്കാം. എന്തു പറഞ്ഞു? എന്റെ ജീവിതം തന്നെ എന്റെ കുഞ്ഞിനു വേണ്ടിയാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കടക്ക് പുറത്ത്. അപ്പോ കുഞ്ഞിനോട് അത്ര സ്നേഹമാണല്ലോ. ഓഹോ, നിനക്കിവനോട് അത്ര സ്നേഹമാണല്ലേ? ദൈവത്തെ ഓർത്ത് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം. അല്ലെങ്കിൽ അയ്യോ, ഈ ചുറ്റിയെ കൊണ്ട് ഞാൻ ഇവന്റെ കുരുന്ന് തലയോട് അടിച്ച് തകർക്കും. അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ കഴുത്തിൽ താലിയിട്ടൊരു മനുഷ്യനുണ്ട്. അത് സാരമില്ല, ഞാൻ ശരിയായിക്കോളാം. വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ മറുപടി അയച്ചില്ലെങ്കിൽ അവനിങ്ങോട്ട് വരും. നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും അറിയില്ല അമിനെ.
പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷൻ. എടോ, താനെന്താ വലിയ റൗഡിയാണെന്നാണോ ഭാവം? ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിന്റെയൊക്കെ പണം തരാ തന്നെ ഞാൻ വിടൂല. എടോ എടോ, ഷട്ടീന് വിടോ, ഷട്ടീന് വിടാനാ പറഞ്ഞേ. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്.